കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പിലാക്കി വരുന്ന കാവ്യവൽക്കരണം ദൂരദർശൻ ലോഗോയിലും പ്രതിഫലിച്ചിരിക്കുന്നു. ദൂരദർശന്റെ ലോഗോ കാവ്യ നിറത്തിലാക്കിയിരിക്കുകയാണ് പ്രസാർ ഭാരതി. ഡിസൈനിൽ ലോഗോയുടെയും അക്ഷരങ്ങളുടെയും നിറമാണ് കാവ്യയാക്കി പരിഷ്കരിച്ചത്. നേരത്തെ മഞ്ഞ നീല നിറത്തിലായിരുന്നു ലോഗോ. ദൂരദർശൻ ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോയിലാണ് നിറം മാറ്റം വരുത്തിയിരിക്കുന്നത്. പുതിയ നിറത്തിലുള്ള ലോഗോ കഴിഞ്ഞ ദിവസം മുതലാണ് പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് ലോഗോ മാറ്റത്തിൽ വിശദീകരണവുമായി ദൂരദർശൻ രംഗത്തെത്തുകയും ചെയ്തു. ലോഗോയിൽ മാത്രമാണ് ദൂരദർശൻ മാറ്റം വരുത്തിയിട്ടുള്ളതെന്നും തങ്ങളുടെ മൂല്യങ്ങൾ പഴയപടി തുടരുമെന്നും DD ന്യൂസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പറയുന്നു. കൃത്യവും സത്യസന്ധവുമായ വാർത്തയാണ് തങ്ങൾ മുന്നിലെത്തിക്കുന്നതെന്നും പോസ്റ്റിലുണ്ട്. പുതിയ രൂപവും ഭാവവുമായി സത്യത്തിന്റെയും ധീരതയുടെയും പത്രപ്രവർത്തനമാണ് നടത്തുന്നതെന്ന് DD ന്യൂസിന്റെ ഡയറക്ടർ ജനറൽ എക്സ് പോസ്റ്റിൽ അവകാശപ്പെട്ടു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റുഡിയോ സംവിധാനവും പുതിയ വെബ്സൈറ്റും അവതരിപ്പിച്ചതിനൊപ്പമാണ് ലോഗോയിലെ മാറ്റങ്ങളും. മൂല്യങ്ങൾ പഴയത് തന്നെയാണെങ്കിലും പുതിയ രൂപത്തിൽ ഞങ്ങളെ കാണാം. ഇതുവരെ കാണാത്ത വാർത്താ യാത്രയ്ക്ക് തയ്യാറെടുക്കൂ എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് പുതിയ ചാനൽ സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെയും യൂട്യൂബിലെയും പേജുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ലോഗോയ്ക്കൊപ്പം ചാനലിന്റെ സ്ക്രീനിംഗ് നിറവും കാവ്യ നിറത്തിലാക്കിയിട്ടുണ്ട്. അതേസമയം ലോഗോ മാറ്റത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ലോഗോ മാറ്റിയത് സംഘപരിവാറിനു വേണ്ടിയാണെന്നും DD ന്യൂസ് എന്ന പേര് മാറ്റി BJP ന്യൂസ് എന്നാക്കിക്കൂടെ എന്നുമാണ് വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. വിവാദ സിനിമ ദ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ദൂരദർശനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മോദി സർക്കാരിന് അനുകൂലമായ വാർത്തകളും പരിപാടികളും മാത്രമാണ് സംപ്രേഷണം ചെയ്യുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം നിലനിൽക്കെയാണ് ലോഗോയുടെ നിറത്തിലും മാറ്റം വരുന്നത്. സംഘപരിവാർ സംഘടനകളുടെ അജണ്ട നടപ്പാക്കാനുള്ള നീക്കമാണ് ദൂരദർശനിലൂടെയുള്ള ദ കേരള സ്റ്റോറി പ്രദർശനത്തിലൂടെ ചെയ്യുന്നതെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചിരുന്നു. BJP സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചാരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വിമർശിച്ചിരുന്നു. ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രദർശനം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയതു മുതൽ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് സിനിമയെന്ന പ്രചാരണമായിരുന്നു LDFും UDFും അഴിച്ചുവിട്ടത്. ഇതേ സിനിമ ദൂരദർശൻ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നിരുന്നത്. കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഇതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ദൂരദർശൻ പിന്മാറണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു. സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നു. അസത്യങ്ങൾ കുത്തിനിറച്ച സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നാരോപിച്ച് UDF തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തിരുന്നു. മുൻപ് നരേന്ദ്രമോദിയും മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സും തമ്മിലുള്ള അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ദൂരദർശൻ വിവാദത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാകുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധമുയർന്നതോടെ അഭിമുഖം സംപ്രേഷണം ചെയ്യാൻ പ്രസാർ ഭാരതിക്ക് അനുമതി കിട്ടിയിരുന്നില്ല.